നമ്മളെപ്പോഴും പറയില്ലേ, ആ, ഹൃദയാർദ്രം എന്നൊക്കെ പറയില്ലേ. അതെന്താണെന്ന് ചില സമയത്താണ് ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് മ്യൂസിക്കിന് അത് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ കുഞ്ഞിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് ഒരു അനുഭവമാണ്. പാട്ട് അനുഭവമാകുമ്പോൾ മാത്രമാണ് പാട്ടാവണമെന്നാണ് ഞാൻ കരുതണേ. അപ്പോൾ ഒരു കുഞ്ഞിന് അവൾക്ക് ചിലപ്പം ഇതിൽ സ്വരങ്ങൾ അറിഞ്ഞുകൂടായിരിക്കും, ഇതിന് നൊട്ടേഷൻ അറിഞ്ഞുകൂടായിരിക്കും, ലിറിക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടായിരിക്കും, ഇതൊന്നും അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ ഇതിനപ്പുറമുള്ള ഒരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ശിവകാമിക്ക്. അതാണ് ഈ സ്റ്റേജിൽ വരാണ്ടിരിക്കാൻ പറ്റിയില്ല, അവിടെ ഇരിക്കാൻ പറ്റിയില്ല. എനിക്ക് നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡാൻസ് ചെയ്യുന്നതിന് അപ്പുറം. എന്നാലും അവിടെ നിന്ന് വന്നു. അത് വന്നതിൻ്റെ കാരണം ഇതാണ്, ഇതൊരു അനുഭവമാണ്. ഇപ്പോൾ ടോപ്പ് സിംഗറിൽ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പുത്തൻ അനുഭവം ഇതാണ് ആർദ്രത. പാട്ടിന്റെ ആർദ്രത എന്ന് പറയുന്നത് ആ ദൂരെ എന്ന് പാടിയത് അവിടെ അതുപോലെ അനുപല്ലവിയുടെ എൻഡിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നില്ലേ, ഒരു ജേണി. ഭയങ്കര യാത്രയാണ്, അതൊരു സംഗീത യാത്രയാണ്. അത് കുഞ്ഞുപോലും അറിയുന്നില്ല ഞാൻ ഈ യാത്രയിൽ ഇവരെ കൊണ്ടുപോകുന്നുണ്ടെന്ന്. അതാണ് അതിൻ്റെ പ്രത്യേകത, അതാണ് ടാലന്റ്. അവിടെയാണ് ദൈവം നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്തത്ര ഞാൻ ഇത് ആസ്വദിച്ചു എന്നുള്ളതാണ് എൻ്റെ സത്യം. അല്ലേ ഉണ്ണിച്ചേട്ടാ? അമേസിങ്. കണ്ണിലേക്ക് വെള്ളം നടക്കും. ശരിക്കും കുട്ടൻ പറഞ്ഞ വളരെ ശരിയാ. അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അത് കഴിയുമ്പോഴേക്കും ഇവിടെ എത്തണം എന്നുള്ളൊരു ചിന്ത വന്നു. കാരണം ഓരോ നോട്ടും അത്രയും ശ്രദ്ധിച്ച് ആ പ്രോഗ്രഷനിലൂടെ അവൾ യാത്ര ചെയ്യായിരുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഒരു മിസ്റ്റേക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അത്രയും പെർഫെക്ഷൻ ടു ദ കോർ, ശ്രുതി ടു ദ കോർ, ശ്രുതിയൊക്കെ ഓൺ ദ ഡോട്ട് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പാടാൻ പറ്റുമെന്ന് മോള് കാണിച്ചു, അല്ലേ? കഴിഞ്ഞ റൗണ്ടിലും ഇതേമാതിരി ഒരു പ്രതിഭ കാണിച്ചതാണ് മോള്. ഈ റൗണ്ടിൽ അതിനേക്കാൾ അതിൻ്റെ ഒരു പടി മുന്നോട്ട് പോയി മോള്. ഇതൊക്കെ ശരിക്കും ദൈവ സാന്നിധ്യം ആണ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. കീരവാണി എന്ന മരകതമണി എന്ന MM ക്രീമിനെ ഒരു സല്യൂട്ട് കൊടുക്കണം നമുക്ക്. കാരണം അത്രയും നല്ലൊരു പാട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ആ ഒരു പാട്ട് ഈ ഒരു ചെറിയ മോള് ദാസേട്ടൻ അൾട്ടിമേറ്റ് ആയിട്ട് പാടി വെച്ചിട്ടുള്ളൊരു പാട്ട്, അത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു ഓൺ സ്റ്റേജ്, അല്ലേ? അത് എങ്ങനെ ഇത്രയും നോട്ട്സ് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടെയാണ് അവളെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ. സർ എനിക്ക് അത്ഭുതം അതിന്റെ ഫീലാണ്. അർത്ഥം എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോന്ന് വരെ അറിയില്ല, എന്നാലും അത് അവിടത്തേക്ക് എത്തി. പാട്ട് തീരുന്നതിന് മുന്നേ നമുക്ക് 3 പേർക്കും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുക. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലും ഇല്ല, വരാം അറിയാതെ വന്നു പോവുകയാണ് ശിവകാമി കുട്ടീനെ കാണാൻ വേണ്ടി. ഞാൻ എണീറ്റ് നിൽക്കാമെന്ന് ഉദ്ദേശിപ്പിക്കും കുട്ടൻ നടന്നു കഴിഞ്ഞു ഇങ്ങോട്ട്. അതെ. ഗോഡ് ബ്ലെസ് യു മോളെ. വീണ് തുടങ്ങി. ശിവകാമി കുട്ടി, എനിക്ക് അങ്കിളിന് കൊതിയാണേ. ചരണത്തിന്റെ അവസാനമുള്ള ഹൃദയം നിറയുന്ന ആ വരികളില്ലേ, അതൊന്നുകൂടെ പാടി കേൾപ്പിക്കോ പ്ലീസ്.
അച്ഛൻ വരുന്നില്ല ഇങ്ങോട്ട് ഈ മൊമെന്റ്? എന്ത് പറയണോ അച്ഛൻ? എനിക്കറിയാം ആ അച്ഛൻ്റെ മനസ്സെന്താണെന്ന്. കാരണം എനിക്കും അതുപോലെയാണ്. ഞാനും അതേപോലത്തെ മനസ്സിലാണ് ഞാനിവിടെ നിൽക്കണേ. ഇപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ണു നിറഞ്ഞു പോകുന്നതാണ് തോന്നണേ. ആ രീതിയിലാണ് മോള് പാടിയിട്ടുള്ളത് അല്ലേ? അല്ലേ? സന്തോഷം. ഒരു നേരമെങ്കിലും കൊതിയോടെ അച്ഛൻ ഭാഗ്യവാൻ. അമ്മയും താങ്ക് യു സാർ, താങ്ക് യു. ഒരുപാട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് നമ്മളെ മനസ്സ് നിറഞ്ഞു പോയി. അല്ല, നമുക്ക് എല്ലാവർക്കും ഭാഗ്യമല്ലേ കുഞ്ഞിന്റെ പാട്ട് ഇവിടെ കേൾക്കാനുള്ളത്. അതാണ് നമ്മളിൽ നിന്ന് എത്ര കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് പറ്റാത്തത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നപ്പം മോക്കത് ഇങ്ങനെ നിൽക്കാൻ പറ്റിയപ്പോൾ നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു വേദിയിൽ വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വന്നു. മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കുന്നില്ല. ചിലർക്ക് അത് കിട്ടും. അതെങ്ങനെ കിട്ടുന്നെന്ന് നമുക്ക് അറിയുന്നുമില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെയാണ് അല്ലേ ചേട്ടാ? ശരിക്കും ജന്മസിദ്ധമാണ്. ജനിക്കുമ്പോഴേ ഈ മോള് മ്യൂസീഷ്യനാണ്, അതിൽ യാതൊരു സംശയമില്ല. ആ പാട്ട് മനസ്സിന്ന് പോകുന്നില്ല. അതിപ്പോഴും അവളുടെ ശബ്ദം അതെ, ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിൽ. അപ്പൊ ഇന്നത്തെ പാട്ടിന് നമ്മുടെ കുഞ്ഞിന് മാർക്കില്ല. അതെ, മാർക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 150 on 100 പറയാം വേണമെങ്കിൽ. പോരട്ടെ, ഒരു മധുരമഴ. നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി ഈ മന്ദാരം ഒരു ചെങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ